അമ്മ എന്തൊന്നും മിണ്ടാത്ത മൗനം വരത്തില്ല. അല്ലമ്മ ഇപ്പൊ എങ്ങനെ ഒരു വ്രതത്തിന്റെ ആവശ്യം? എടുക്കട്ട് പ്രശ്നപ്പെട്ട നല്ലതല്ലേ? ഉപദേശം കേൾക്കണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ വീട്ടിലെല്ലാരും മൗനവ്രതം എടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സമാധാനമായേനെ. ഇത് വ്രതവും വൃത്തമൊന്നും അല്ല, ഇത് വേറെ എന്തോ അമ്മക്ക് പറ്റിയിട്ടുണ്ട്. എന്തോ പറ്റി അമ്മ? അമ്മയ്ക്ക് എന്ത് പറ്റാൻ? അമ്മ ഈ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിട്ട് വ്രതം എടുക്കല്ലേ? ഏറ്റവും വലുതായിട്ട് ഇവിടുത്തെ വാക്ക് തർക്കം മാറ്റി കിട്ടാൻ വേണ്ടിട്ട്. വാക്ക് തർക്കം ഒഴിവാക്കാനാണെങ്കിലേ ആദ്യം വ്രതം എടുക്കേണ്ടത് ചേച്ചിയാ. അയ്യടാ, ഞാൻ വ്രതം എടുത്ത് വാടച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ വാ വെറുതെ ഇരിക്കത്തൊന്നുമില്ലല്ലോ. ഇനിയിപ്പൊ ആരെയും തർക്കിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ മുറി പോയി കണ്ണാടി നോക്കി സ്വയം മുഖം നോക്കിട്ട് ഇപ്പൊ തർക്കിക്കുമല്ലോ. ഓ, അപ്പൊ ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതെന്ന് ചേച്ചി പറയുന്നത്. എന്താ സംശയം? ഇവിടെ എല്ലാവർക്കും അറിയാം നീയാണ് ഈ വീട്ടിലെ ഭൂലോക പ്രശ്നം. ഞാൻ ഭൂലോകമാണെങ്കിലേ ചേച്ചി ആഗോള പ്രശ്നം. ആഹാ, ഞാനോ? ഓ, ഞാനാണോ പ്രശ്നം? ചേച്ചി നീ ഓരോന്ന് പറയുമ്പോഴല്ലേ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഓരോന്ന് പറയുന്നത്. പിന്നെ പതുങ്ങിയിരുന്നല്ല ചെയ്യുന്നത്. ചേച്ചിയാണ് ഏറ്റവും അയ്യോ അമ്മോ, എന്താ പിള്ളേരെ നിങ്ങക്ക്? അവളെ കണ്ടിരിക്കാൻ പറയണ. അമ്മയുടെ ശബ്ദം ഒന്ന് മാറിയിരിക്കുന്നു. ഓ, ആ തൊണ്ടവേന എടുത്തിട്ടൊരു ശകലം നേരം ഒന്നും മിണ്ടാൻ വിചാരിച്ചാ രണ്ടും കൂടെ സമ്മതിക്കുവോ? യോ, ആ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ സംശയിച്ചത് പോലെ തന്നെ ഇത് മറ്റേ മിൽക്ക് ഷേക്ക് എടുത്ത് കുടിച്ചത്. ഞാൻ അപ്പഴേ പറഞ്ഞ അമ്മ എടുത്ത് കുടിക്കില്ലെന്ന്. അത് കുടിച്ചോണ്ടൊന്നും അല്ല, എനിക്ക് ചുമ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഓ, പിന്നെ നേരത്തെ ചുമ ഉണ്ടായിരുന്ന കാര്യം എനിക്കറിഞ്ഞായിരുന്നു കൊച്ചമ്മ. ചോദിച്ചില്ലേ? നേരത്തെ ചുമ ഉണ്ടായിരുന്നു. അമ്മ ഈ തണുപ്പൊക്കെ എന്തിനമ്മ കുടിക്കാൻ പോണത്? അണ്ണാ, ഞാൻ പറഞ്ഞതാണ് എടുത്ത് കുടിക്കില്ലെന്ന്. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രായത്തിലെ ഈ വാശി ആവേശമൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് മക്കളും മരുമക്കളും പറയാൻ അനുസരിക്കണം. ഇതൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ നമ്മളൊക്കെ പറയാൻ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അമ്മ. ഇല്ലെങ്കിൽ ഈ ചുമയും പനിയൊക്കെ വന്ന് ഒരിടത്ത് ഇരിക്കേണ്ടി വരും. പിന്നെ ആരോഗ്യം കാണൂല. അല്ല, ഇപ്പം എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാരും കഴിക്കണം. വെള്ളം കുടിച്ചോട്ടെ. മഴ പെയ്ത് തോർന്ന പോലുണ്ട്. ഇതോട്ട് പടാ മതി. സുഗന്ധം പരത്തുന്ന കുട്ടി, നല്ല സുഗന്ധം പരത്തുന്ന കുട്ടി. മുത്തോണ, ഓ, മുത്തോണ ഒറ്റൊരാളാണോ അമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്? ആഹാ, ഇപ്പൊ അങ്ങനെ ആയാ? ഇപ്പൊ പറയുന്ന കേട്ടതൊന്നും ഞാൻ നിർബന്ധിച്ച് കുടിപ്പിച്ച പോലെ ആയിപ്പോയില്ല. കൊടുക്കണ്ടായിരുന്ന പിടിച്ചു വാങ്ങിച്ച് കുടിച്ചല്ലേ? ഇവരൊക്കെ കണ്ടതാണല്ലോ. ഇപ്പൊ പണ്ടാരണ്ട പറഞ്ഞ പോലെ കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. മുത്തണ്ണ, ഒരു ഗ്ലാസ് വെള്ളം. എന്തിനുള്ള പുറപ്പാട്? ഒന്നിനുള്ള പുറപ്പാടല്ല. പിന്നെ ആ റൂമിനകത്ത് ചുമച്ച് തൊണ്ട വയ്യാതെ കിടക്കുന്നത് എന്റെ സ്വന്തം അമ്മായിയമ്മയും കൂടെയാ. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അയ്യോ, ഇത്ര നാളില്ലാത്തൊരു സ്നേഹമൊക്കെ ഇപ്പൊ എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നത്? ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച് വന്നു. ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അയ്യടേ, നിനക്കെന്തായാലും കുഴപ്പം? എനിക്ക് എന്തൊരു കുഴപ്പമൊന്നാ? ഞാനേ ചോദിക്കണമെന്ന് വിചാരിച്ചു. നീ കുറച്ചു മുന്നേ ഡൈനിങ് ടേബിളിൽ കിടന്നിട്ട് എന്തൊരു ചാട്ടമായിരുന്നു അമ്മ എടുത്ത് ചാടിയത്. എനിക്ക് ചാടണം തോന്നുമ്പോ ഞാൻ ചാടും. ആണാ? എന്നാ കരമനെ ആറ്റിപ്പോയി ചാടറി. അവിടെ നല്ലപോലെ വെള്ളം ഒഴുക്കുള്ളതാ. അന്നേരം എനിക്ക് പെരുന്ന് പെരുത്ത് കേറിയത്. എനിക്ക് എന്ത് വാത്തിന്റെ അസുഖം? ദേഷ്യം കൊണ്ട്. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിച്ചതാ. 10 പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയില്ല. ഞാൻ എണ്ണിക്കൊള്ളാം. കുഞ്ഞു പറഞ്ഞോ? അത് പോകും മുത്തോണ്ണ. ഇത് വേറെ ഒന്നും അല്ല, ആ മിൽക്ക് ഷേക്ക് കൊടുക്കാതെ തന്നെ കുഴപ്പമാ. അതാണ്. അങ്ങനെ വരട്ടെ. എത്ര മിൽക്ക് ഷേക്ക് വേണം? ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കൊരു മിൽക്കും വേണ്ട, ഷേക്കും വേണ്ട. എന്നിട്ട് വേണം എന്റെ തൊണ്ടയിൽ പിരിവെട്ടിട്ട് ഞാൻ കിടക്കാൻ. തെറ്റ് കണ്ട ഞാൻ വഴക്ക് പറയും. അത് അമ്മയായാലും ശരി, അമ്മയമ്മയായാലും ശരി. ഓ, നീ കിടന്ന് പറക്ക് പറഞ്ഞോ. അതെ സുരഭി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അസുഖം വരിക എന്ന് പറയുന്നത് ആരുടെ ഒരു തെറ്റും കുറ്റവും കൊണ്ടൊന്നും അല്ല. അങ്ങനെ അസുഖം ഉള്ളവരടുത്ത് ഇങ്ങനെ ഒരു ചാടി കളിച്ചല്ല സംസാരിക്കേണ്ടത്. കോപിച്ച് സംസാരിക്കണോ? സ്നേഹം, സഹാനുഭൂതി. ഇതാ കണ്ടോ, ഈ മരുന്നുകൾ ആന്റിബയോട്ടിക്സും എന്റെ സ്നേഹവും കൂടെ കൊടുത്തു കഴിയുമ്പോ അമ്മയുടെ അസുഖം പമ്പ കടക്കും. ഇത് അമ്മയ്ക്ക് കൊടുക്കാനാണ്? അതെ, അമ്മയ്ക്ക് ആവശ്യം കൂടുതൽ മരുന്നുണ്ട്. ഇതുകൂടെ എന്തിനാണ് കൊടുക്കുന്നത്?
അസുഖം മാറാൻ വേണ്ടിട്ട്. അമ്മ പരീക്ഷണ വശത്തൊന്നുമല്ല. അമ്മ പരീക്ഷണ നഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. ഇത് കഴിച്ചത് അമ്മ എവിടെയും തലറി വീഴും. അതെ, അങ്ങനെ വീഴാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. മുത്തണ വെള്ളത്തെ നിങ്ങൾ വെള്ളം എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ട് വരാം. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മരുന്ന് കൊടുത്ത് എന്റെ കൊച്ചമ്മ വെള്ളത്തിലാക്കാൻ ഒന്നുമില്ല. മുത്തണ വെള്ളം എടുക്കുക. ഞാൻ സമ്മതിക്കൂല. അയ്യടെ മോളെ, ചന്ദ്രഹാസത്തിലെ മൂത്ത മരുമകള് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുത്തിരിക്കും. ചന്ദ്രസിലെ ഇളയ മരുമകളാണെങ്കിൽ ഞാൻ ഇത് കൊടുക്കാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഞാൻ വേറെ ഉണ്ടായി കൊടുത്തോളാം. എന്തോന്നിത്? അല്ല, എന്തോന്നിത്? വേണ്ട വേണ്ട, വെക്കുതോറും തലേക്കറ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.